വിസ്മയ, വിസ്മയ ഇതിനു മുമ്പ് എന്നെ ശരിയായിട്ട് കണ്ടു കാണില്ല. എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് 1-2 തവണ വിനയേട്ടന്റെ ബൈക്കിൽ പോകുന്നത്. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ വിനയേട്ടന്റെ ടെക്സ്റ്റൈൽസിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് രോഹിണി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. വിനയേട്ടൻ ഇന്നലെ രാത്രി എന്നെപ്പറ്റിയാ വീട്ടിൽ സംസാരിച്ചത്. ഇതിൽ കൂടുതലായി എന്നെപ്പറ്റി വല്ലതും പറയണമെന്നുണ്ടോ? വേണ്ട, മനസ്സിലായി. ചേച്ചി എന്താ ഇവിടെ? കാര്യമുണ്ട്. എനിക്ക് നേരിട്ട് മനസ്സിലാവാത്തൊരു കാര്യം ചോദിക്കാനാ ഞാനിപ്പോൾ വന്നത്. ഞങ്ങളിപ്പോൾ വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും എതിർപ്പ് വിസ്മയ്ക്കാണെന്ന് വിനയേട്ടൻ പറഞ്ഞു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ വിമലേച്ചിയുടെ കല്യാണം നടക്കാതെ നിങ്ങളുടേത് നടക്കില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് എന്റെ മാത്രം അഭിപ്രായ ആയിരിക്കാം. പക്ഷേ ഈ വിവാഹം ഇപ്പോൾ നടക്കണമെന്ന് ഞങ്ങൾ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതാ വിനയേട്ടൻ. സോറി, എന്ത് കാരണം പറഞ്ഞാലും ഇപ്പൊ നടക്കില്ലത്. ശരി, ഓക്കെ. എങ്കിൽ വിസ്മയ എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് ഡോക്ടർമാരെ ഒന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ടാ. നിങ്ങളുടെ കല്യാണം ഒഴിച്ച് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞാ മതി. പറയാം. വിസ്മയ്ക്ക് മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരെയും പരിചയം കാണുമല്ലോ, പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റിനെ. വിസ്മയ അവരോട് സംസാരിച്ച് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്തു തരണം. വിനയേട്ടന്റെ സ്വന്തം കുഞ്ഞിനെ. ചേച്ചി, ചേച്ചി എന്താ ഈ പറയുന്നേ? സത്യം. ഈ ഒരൊറ്റ കാരണം കൊണ്ടാ വിസ്മയുടെ ചേച്ചി വിമല വിവാഹം കഴിയാതെ വീട്ടിൽ നിൽക്കുമ്പോഴും വിനയേട്ടൻ ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചത്. അല്ലാതെ നിങ്ങളെ ആരും മറന്നതുകൊണ്ടല്ല. ഉടനെ ഒരിക്കലും ഈ വിവാഹം നടക്കില്ലെന്നറിഞ്ഞതോടെ കുടുംബം തകരാതിരിക്കാൻ വിനയേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കുഞ്ഞിനെ നശിപ്പിക്കാനാ. എനിക്കത് സഹിക്കില്ല. അപ്പൊ തോന്നി നീ എങ്കിലും ഈ വിവരം അറിയണമെന്ന്. ഇത് വിനയേട്ടൻ നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ച രഹസ്യം തുറന്നു പറയുന്ന ചതിയല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് പറയുന്ന സത്യവും. ഈ സത്യം അറിഞ്ഞിട്ടും വിസ്മയ്ക്ക് ഈ വിവാഹത്തെ എതിർക്കാം. സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തണ്ട. പക്ഷെ മരണം വരെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ശാപം നിന്റെ തലയിലുണ്ടാവും. നിന്റെ സ്വന്തം ഏട്ടന്റെ സ്വന്തം കുഞ്ഞ് ഭൂമി കാണാതെ ചാപിള്ളയാവുന്നതിന്റെ കാരണക്കാരി നീ മാത്രമായിരിക്കും. അത് മാത്രം നീ ഓർത്താ മതി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.